പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജ്. നിലവിൽ അദ്ദേഹം AEWയിൽ ഏദം കോപ്ലൻ എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. അവിടെ ടാഗ് ടീം ചാമ്പ്യൻ കൂടിയാണ്. ക്രിസ്ത്യൻ കേജ് എന്ന റെസ്ലറാണ് ഏദം കോപ്ലാൻഡിൻ്റെ ടാഗ് ടീം പാർട്ണർ. അപ്പോൾ എഡ്ജിനോട് ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത് WWEയിലേക്കുള്ള റിട്ടേണിനുള്ള സാധ്യതകൾ എങ്ങനെയാണ്, സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഏദം കോപ്ലാൻഡ് അഥവാ എഡ്ജ് പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. WWEയിലേക്ക് ഇനി താൻ റിട്ടേൺ ചെയ്യില്ല. തൻ്റെ റെസ്ലിംഗ് കരിയറിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് അവസാന മത്സരം AEW റിങ്ങിൽ വെച്ചിട്ടായിരിക്കും നടത്തുക എന്നുള്ളതും എഡ്ജ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തൻ്റെ WWE റിട്ടേണിൽ അവസാന സമയങ്ങളിൽ അത് വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതും എഡ്ജ് വെളിപ്പെടുത്തുകയുണ്ടായി. അത് ഓവർ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതും ഓവർ റിഹേഴ്സ്ഡ് ആയി എന്നുള്ളതും എഡ്ജ് പറയുന്നു. ഇതൊരു കംപ്ലയിൻറ്റ് പോലെയാണ് എഡ്ജ് പറയുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത രീതികളിൽ സ്റ്റോറി ലൈൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് WWEയിലെ അവസാനത്തെ ആ ഒരു മാച്ചിന് മുൻപുള്ള സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ച് എഡ്ജ് പറയുന്നത്. ഷെയ്മസിനെതിരെയായിരുന്നു എഡ്ജിൻ്റെ അവസാന മത്സരം നമുക്ക് കാണാൻ സാധിച്ചത്. AEW റിങ്ങിൽ വെച്ചിട്ട് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളതിൻ്റെ അർത്ഥം ഇനി WWEയിലേക്ക് ഒരിക്കലും അദ്ദേഹം തിരിച്ചു വരാൻ മനസ്സുകൊണ്ട് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എഡ്ജിൻ്റെ WWEയിലേക്കുള്ള റിട്ടേൺ ഇനി ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളത് എഡ്ജ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ അഭിപ്രായങ്ങൾ ചില ആരാധകരെ നിരാശപ്പെടുത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എഡ്ജ് ഇൻ്റർവ്യൂവിൽ ഈ ഒരു ഉത്തരം നൽകിയതും. രണ്ടാമത്തെ അപ്ഡേറ്റ് ഓഗസ്റ്റ് 11 കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് നിലവിൽ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുറത്തേക്കുവിട്ടിട്ടുള്ളതിൽ 2.6 മില്യൺ വ്യൂവർഷിപ്പ് ഈ കഴിഞ്ഞ ആഴ്ചയിലെ റോ എപ്പിസോഡിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുൻപത്തെ റോ എപ്പിസോഡിനെ വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ഏകദേശം ഒരേ ലെവലിലുള്ളൊരു വ്യൂവർഷിപ്പാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറി ലൈനുകൾ കൃത്യമായിട്ട് നല്ലൊരു ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആരാധകരും ആ സ്റ്റോറി ഫോളോ ചെയ്യാൻ വേണ്ടി വീക്ക്ലി എപ്പിസോഡ്സ് കാണുന്നുണ്ട്. ബ്ലഡ് ആൻഡ് സ്റ്റോറി പഴയതുപോലെ ആക്റ്റീവായതും അത് ഇൻട്രസ്റ്റിംഗ് ആയി ആരാധകർക്കിടയിൽ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റേറ്റിംഗ്സ് ഇനിയും ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നലത്തെ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിൻ്റെ ഒരു അപ്ഡേറ്റ് അടുത്ത ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ടായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും റേറ്റിംഗ്സിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇക്കഴിഞ്ഞ കൃത്യമായി പറഞ്ഞാൽ സമ്മർ സ്ലാമിന് ശേഷമുള്ള റോ എപ്പിസോഡുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്ന് നടന്ന NXT വീക്ക്ലി എപ്പിസോഡിലൂടെ സില ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിന് NXT ചാമ്പ്യൻ ആകാനുള്ള വലിയ അവസരം WWE മുന്നോട്ടേക്ക് കൊടുത്തിരിക്കുന്നു. സില ഫാറ്റുവിൻ്റെ WWEന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മത്സരം, ഔദ്യോഗികമായിട്ടുള്ള ഡെബ്യൂ മത്സരം ഹീറ്റ് വേവ് എന്ന് പറയുന്ന ഷോയിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് NXT ജനറൽ മാനേജറായ റോബർട്ട് സ്റ്റോൺ കൺഫേം ചെയ്യുകയുണ്ടായി. മെയിൻ ഇവൻറ്റിൽ നടന്നിട്ടുണ്ടായിരുന്ന സെഗ്മെൻറ്റിൽ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന, അതായത് ഓഗസ്റ്റ് 31 ടോണി ഡി ഏഞ്ചലയുടെ കൈവശമുള്ള NXT ചാമ്പ്യൻഷിപ്പ് ഗ്രേസൺ വോളർ, ക്രൂസ് മോണ്ടാന തുടങ്ങിയവർക്കെതിരെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ഡിഫെൻഡ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മത്സരത്തിൽ സില ഫാറ്റുവിനെയും കൂടി അഡീഷണലായി ആഡ് ചെയ്തുകൊണ്ട് ആ ട്രിപ്പിൾ ത്രെറ്റ് ഫേറ്റൽ ഫോർവേ ആക്കി മാറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ സില ഫാറ്റുവിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡെബ്യൂ മത്സരമായിരിക്കും ഹീറ്റ് വേവ് എന്ന് പറയുന്ന ഓഗസ്റ്റ് 31 നടക്കുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വെച്ച് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സില ഫാറ്റുവിന് വന്ന ഉടനെ തന്നെ ചാമ്പ്യനാകാനുള്ള വലിയ സുവർണാവസരമാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. WWE അത് ട്രിഗർ ചെയ്യുമോ എന്നുള്ളത് ഹീറ്റ് വേവ് കണ്ട് തന്നെ അറിയേണ്ടി വരും. സില ഫാറ്റു എന്തായാലും കുറേയധികം നാളൊന്നും NXTയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് NXT ചാമ്പ്യൻ ആകാനുള്ള അവസരങ്ങളും NXT ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും മെയിൻ ഇവൻറ്റ് തലത്തിലുള്ള സ്റ്റോറി ലൈനുകളും തുടക്കത്തിലെ സില ഫാറ്റുവിന് കൊടുത്ത് ആരാധകരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സില ഫാറ്റുവിന് ഒറ്റയടിക്ക് NXT ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിലേക്ക് ഇട്ടത് അത് അദ്ദേഹം ഒരു നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സില ഫാറ്റുവിൻ്റെ റിയാലിറ്റി ഓഫ് റെസ്ലിംഗ് എന്ന് പറയുന്ന ഷോകളിലെ മത്സരം, ഹൗസ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന ഷോകളിലെ മത്സരം കണ്ടിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മുൻപുള്ള മത്സരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹൈലൈറ്റ്സിലൂടെ കണ്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെയും അവസാനത്തുമായിട്ട് പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ്. WWE മെയിൻ ഈവൻറ്റ് സീന് ഒറ്റയടിക്ക് മാറ്റി കുറിക്കുന്നതാണ് ഇന്നലത്തെ റോ എപ്പിസോഡിൻ്റെ അവസാന സെഗ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്.
റോമൻ റിയൻസിനേക്കാൾ വലിയൊരു സപ്പോർട്ട് സോളോ സിക്കോവയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. അതേ നിലവാരത്തിൽ LA നൈറ്റിനും വലിയൊരു സപ്പോർട്ട് അരതരക്കിടയിൽ കിട്ടുന്നു. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ റോമൻ റിയൻസ് വീണ്ടും ഇൻറ്റേർണൽ റോസ്റ്ററിൽ ഒരു വില്ലൻ കഥാപാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതുവരെ ഫേസുമല്ല ഹീലുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരു ട്വീനർ എന്നുള്ളൊരു രീതിയിലാണ് റോമൻ്റെ കഥാപാത്രത്തെ അവർ വിലയിരുത്തുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റോമൻ റിയൻസ് ഇനി അങ്ങോട്ട് അദ്ദേഹത്തെ ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് കമ്പനി മാറ്റി കഴിഞ്ഞു. അത്തരത്തിലുള്ള സ്റ്റോറി ആയിരിക്കും റോമൻ റിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ആഴ്ചകളിൽ നമുക്കിനി കാണാൻ സാധിക്കുക എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സോളോ സിക്കോവയെ കൃത്യമായൊരു ബേബി ഫേസ് ക്യാരക്ടർ, അതായത് ജോൺസിന ലെവലിലൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ആ ഒരു ലെവലിലുള്ള ഒരു സ്റ്റോറി പരിഗണനയായിരിക്കും സോളോ സിക്കോവയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. ഇന്നലത്തെ റോ എപ്പിസോഡിന് ശേഷം കുറച്ച് കൂട്ടുകാരെങ്കിലും ഇതിൻ്റെ ഒരു ഫുട്ടേജ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഷോർട്ട് വീഡിയോയിലൂടെ രാവിലെയും ഇന്നലെയുമൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ജേക്കബ് ഫാറ്റു ഊസോസിനെയും റോമൻ റിയൻസിനെയും വിട്ട് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. കാരണം വളരെ സിമ്പിളാണ്. ജേക്കബ് ഫാറ്റുവിന് വേണ്ട ഒരു പരിഗണന ഇന്നലത്തെ സെഗ്മെൻറ്റിൽ റോമൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ മാലയിട്ടുകൊണ്ട് ഊസോസിനെ ആദരിക്കുന്നു. ആ ഒരു പരിഗണന ജേക്കബ് ഫാറ്റുവിന് കൊടുത്തിട്ടില്ല. റോയ്സ് കീസിനെയൊക്കെ അടിച്ചിടുന്നത് ജേക്കബ് ഫാറ്റുവാണ്. ആ ജേക്കബ് ഫാറ്റുവിനും ഇതേപോലെ ഒരു മാലയിട്ടുകൊണ്ട് റോമൻ റിയൻസ് അഭിനന്ദിച്ചിരുന്നു അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ജേക്കബ് ഫാറ്റുവിന് ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മൂലയ്ക്ക് മാറി നിൽക്കേണ്ടി വരുന്നതും ഇവരുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷനും നേരിടേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ റോമൻ റിയൻസ് മാറ്റി നിർത്തുന്നു എന്നുള്ളത് മാത്രമല്ല, LA നൈറ്റിനെ ആക്രമിക്കരുത് എന്നുള്ളത് പറഞ്ഞ് മൂലയ്ക്ക് മാറ്റി നിർത്തിയതും ജേക്കബ് ഫാറ്റു പിണങ്ങിപ്പോകാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒറ്റയടിക്ക് ജേക്കബ് ഫാറ്റു ബ്ലഡ് ലൈൻ വെട്ടി ഇറങ്ങി എന്നുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിലും ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇനി വരുന്ന റോ എപ്പിസോഡിൽ ഊസോസും റോമൻ റിയൻസും ജേക്കബ് ഫാറ്റുവിനോട് ചോദിച്ചേക്കാം. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ജേക്കബ് ഫാറ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ ജേക്കബ് ഫാറ്റുവിന് അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആണ്. അപ്പോൾ ആ തലത്തിലേക്ക് നോക്കിയാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. സോളോ സിക്കോവ, LA നൈറ്റ്, ജേക്കബ് ഫാറ്റു ഇവരൊക്കെ റോമൻ റിയൻസിനെതിരെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. പക്ഷേ ജേക്കബ് ഫാറ്റു ഒറ്റയടിക്ക് റോമനെതിരെ ഇനി ഒരിക്കൽ കൂടി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ജേക്കബ് ഫാറ്റു കുറച്ചും കൂടി ട്രിഗർ ആയിക്കൊണ്ട് റോമൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കുറച്ചും കൂടി ബ്രൂട്ടൽ ലെവലിൽ സോളോ സിക്കോവയെയും LA നൈറ്റിനെയും ആക്രമിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക സോളോ സിക്കോവ, LA നൈറ്റ് തുടങ്ങിയവർക്കായിരിക്കും. എന്തായാലും LA നൈറ്റിന് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റിയൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഒരു അവസരം കൊടുക്കുക എന്നുള്ള നിലയിലേക്കാണ് ഈ ഒരു സ്റ്റോറി ലൈൻ അവർ തുടക്കത്തിൽ പരിഗണിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാ LA നൈറ്റിനേക്കാൾ അധികം സോളോ സിക്കോവയ്ക്ക് കാണികളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ LA നൈറ്റിനെ റോമൻ റിയൻസ് പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്താലും സോളോ സിക്കോവ വലിയൊരു ത്രെറ്റായിട്ട് റോമൻ റിയൻസിനെതിരെ മാറാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ തുറന്നു വന്നിട്ടുണ്ട്. അത് തന്നെയായിരിക്കും സ്റ്റോറി ലൈനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റോറി ലൈനുകൾ നല്ല വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ലൈൻ പിടിച്ചു പോയാൽ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്താൻ സാധിക്കുമെന്നുള്ളത് മാത്രമല്ല, ഇനി വരും ആഴ്ചകളിൽ നല്ല നല്ല മത്സരങ്ങൾ ഈ സ്റ്റോറിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഊസോസിൻ്റെ നിലവിലെ ഒരു സിറ്റുവേഷൻ എന്ത്, ഇപ്പോൾ റോമൻ റിയൻസിൻ്റെ അണ്ടറിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണോ, അതോ അവരുടേതായ അഭിപ്രായങ്ങളിലൂടെ ഊസോസിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള രീതിയിലേക്കും ഊസോസിൻ്റെ ഒരു സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേയധികം ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിക്കേണ്ട രീതിയിൽ പ്ലഗ് ഇൻ സ്റ്റോറി ഒന്നടങ്കം മാറി കഴിഞ്ഞിട്ടുണ്ട്. സോളോ സിക്കോവ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ചാണെങ്കിൽ ബ്ലഡ് ലൈൻ ഉടനെ തന്നെ ഇല്ലാതെയാകും എന്നാണ് സോളോ സിക്കോവ പറയുന്നത്. അതിനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ഫോൾ ഡൗൺ ഉടനെ ഉണ്ടായിരിക്കുമെന്നും സോളോ വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.